നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. എരിവ് കൂടുന്ന രുചികൾ. GST വിലയിൽ എത്തും പിടിയുമില്ലാതെ വ്യാപാരികളുടെ പകൽക്കൊള്ളക്കിരയായി പൊതുജനം. സംസ്ഥാനത്ത് ഹോട്ടൽ ഭക്ഷണത്തിന് വില ഉയരുമെന്ന് വ്യക്തമാക്കി ധനമന്ത്രി തോമസ് ഐസക്. അതേസമയം ഉൽപ്പന്ന സേവന നികുതി ബാധകമല്ലാത്ത കോഴിയിറച്ചിക്ക് വില കുറച്ചില്ലെങ്കിൽ കർശന നടപടി. നാളെ മുതൽ കോഴിയിറച്ചി കിലോയ്ക്ക് 87 രൂപ നിശ്ചയിച്ച് സർക്കാർ. ഹോട്ടൽ ഉടമകളുമായി ധനമന്ത്രി നടത്തിയ ചർച്ചയിൽ ഭക്ഷണവില കൂട്ടാൻ അനുമതി. AC റെസ്റ്റോറന്റുകളിൽ നിരക്ക് വർധന 10%, നോൺ ACയിൽ 5%. GST ഉൾപ്പെടെ ഹോട്ടൽ ഭക്ഷണത്തിനുള്ള നികുതി 18%മെന്നും തോമസ് ഐസക്. നികുതിയുടെ പേരിൽ അമിത ലാഭം എടുത്താൽ കടുത്ത നടപടി. അതേസമയം സിവിൽ സപ്ലൈസ് വിൽപ്പന കേന്ദ്രങ്ങളിലെ പുതുക്കിയ വില പരസ്യപ്പെടുത്തി സംസ്ഥാന സർക്കാർ. MRP ബാധകമല്ലാത്ത ധാന്യങ്ങളിൽ GSTക്ക് ശേഷം ഏറ്റവും വില കുറഞ്ഞത് ഉഴുന്നുപരിപ്പിന്. 80 രൂപ ഉണ്ടായിരുന്ന ഉഴുന്നിന് കുറഞ്ഞത് കിലോയ്ക്ക് 6 രൂപ. ആകെ 52 ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചതായും സർക്കാർ. അതിനിടെ ഉൽപ്പന്നങ്ങളിൽ പുതുക്കിയ നിരക്ക് വ്യക്തമാക്കുന്ന സ്റ്റിക്കർ പതിക്കാത്ത വ്യാപാരികൾക്ക് പിഴശിക്ഷ പ്രഖ്യാപിച്ച് കേന്ദ്രം. GSTയുടെ പേരിലെ ചൂഷണത്തിന് പരമാവധി 1 ലക്ഷം രൂപ വരെ പിഴയും 1 വർഷം വരെ തടവുമെന്ന് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം. മൊഴിയിൽ നിന്ന് തെളിവിലെത്താതെ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുകളുടെ തുമ്പനായി ഇരുട്ടിൽ തപ്പി അന്വേഷണ സംഘം. പ്രതിയുടെ മൊഴികളിൽ ഗൂഢാലോചന വ്യക്തമാണെങ്കിലും അവ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് പോലീസ്. പ്രതികളെ ഒന്നിച്ച് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ തെളിവ് ലഭിക്കുമെന്ന് പ്രതീക്ഷ. നടിയെ ആക്രമിക്കുന്നതിനുള്ള ഗൂഢാലോചനയ്ക്കൊപ്പം ഇത് പുറത്തുവരാതിരിക്കാൻ ജയിലിനുള്ളിൽ വെച്ച് സുനിയും സഹതടവുകാരും നടത്തിയ ഗൂഢാലോചനയും അന്വേഷണത്തിൽ. ജയിലിൽ നിന്ന് നാദിർഷയെയും ദിലീപിന്റെ മാനേജറെയും വിളിച്ചത് ഈ ഉദ്ദേശത്തോടെയെന്ന നിഗമനം. സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ മൊഴി ഇത് സാധൂകരിക്കുന്നതായും പോലീസ്. അതിനിടെ കേസിന്റെ അന്വേഷണ രീതി സംബന്ധിച്ച് മുൻ പോലീസ് മേധാവിയുടെയും നിലവിലെ DGPയുടെയും ഭിന്നാഭിപ്രായങ്ങളിൽ പക്ഷം പിടിച്ച് പോലീസ് സേന. അന്വേഷണത്തിൽ ഏകോപനമില്ലായിരുന്നുവെന്ന് TP സെൻകുമാറും മികച്ച ഏകോപനത്തോടെയുള്ള അന്വേഷണം ശരിയായ ദിശയിലെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും. ജാഗ്രതയോടെ രാജ്യം. വിഘടനവാദി നേതാവ് ബുർഹാൻ വാനി കൊല്ലപ്പെട്ടതിന്റെ വാർഷിക ദിനത്തിൽ ശ്രീനഗറിലും ഡൽഹിയിലും അതീവ ജാഗ്രത. സുരക്ഷ കണക്കിലെടുത്ത വിഘടനവാദി നേതാക്കളെ കരുതൽ തടങ്കലിലാക്കി പോലീസ്. കാശ്മീരിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും നിരോധനം. പുൽവാമ, കുപ്വാര ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയും സർക്കാരിന്റെ മുന്നൊരുക്കം. ലോകത്തിന്റെ കൈകോർക്കൽ. ലോകം കാത്തിരുന്ന നിർണായക കൂടിക്കാഴ്ചകൾക്ക് വേദിയൊരുക്കി G20 ഉച്ചകോടി ജർമ്മനിയിൽ. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാൻ ലോക നേതാക്കളുടെ കൂട്ടായ നീക്കം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാക് സംഘടനകളായ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, അൽ-ഖ്വയ്ദ എന്നിവരെ IS-മായി താരതമ്യപ്പെടുത്തിയുള്ള മോദിയുടെ പ്രസംഗത്തിന് G20യിൽ വൻ പിന്തുണ. വ്ളാഡിമിർ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്കും വേദിയൊരുക്കിയ G20ക്ക് ഇന്ന് സമാപനം. ഭീകരവാദമടക്കം നേരിടുന്നതിന് 11 ആവശ്യങ്ങൾ G20യിൽ അവതരിപ്പിച്ച മോദിയുടെ ആവശ്യം തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നവരെ G20യുമായി സഹകരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന്. ചൈനീസ് പ്രസിഡന്റുമായി ഇന്നലെ നടത്തിയ അനൌദ്യോഗിക ചർച്ചയിൽ അതിർത്തിയിലെ സംഘർഷം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ചയായെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.